നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ആസിഡുകളും അടങ്ങിയ പദാർത്ഥങ്ങളാണ്. അതിൽ ഫസ്റ്റ് വിനാഗിരിയിൽ അടങ്ങിയ ആസിഡാണ് അസറ്റിക് ആസിഡാണ്. വിനാഗിരിയിൽ അടങ്ങിയ ആസിഡാണ് അസറ്റിക് ആസിഡാണ്. നാരങ്ങയിൽ അടങ്ങിയ ആസിഡാണ് സിട്രിക് ആസിഡാണ്. നാരങ്ങയിൽ അടങ്ങിയ ആസിഡാണ് സിട്രിക് ആസിഡാണ്. വാളംപുളി, മുന്തിരി, വീഞ്ഞ് ഇവയിൽ അടങ്ങിയ ആസിഡാണ് ടാർട്ടാറിക് ആസിഡാണ്. വാളംപുളി, മുന്തിരി, വീഞ്ഞ് മൂന്നെണ്ണേ ഉള്ളൂ. വാളംപുളി, മുന്തിരി, വീഞ്ഞ് ഇവയിൽ അടങ്ങിയ ആസിഡാണ് ടാർട്ടാറിക് ആസിഡാണ്. തക്കാളി, വാഴപ്പഴം, ചുവന്നുള്ളി. തക്കാളി, വാഴപ്പഴം, ചുവന്നുള്ളി ഇവയിൽ അടങ്ങിയ ആസിഡാണ് ഓക്സാലിക് ആസിഡാണ്. തക്കാളി, വാഴപ്പഴം, ചുവന്നുള്ളി ഇവയിൽ അടങ്ങിയ ആസിഡാണ് ഓക്സാലിക് ആസിഡാണ്. തേയിലയിൽ അടങ്ങിയ ആസിഡാണ് ടാനിക് ആസിഡാണ്. തേയിലയിൽ അടങ്ങിയ ആസിഡാണ് ടാനിക്കാണ്. തേയില ടാനിക്ക് കിട്ടും അത്. ആപ്പിൾ അടങ്ങിയ ആസിഡാണ് മാലിക് ആസിഡാണ്. പ്രീവിയസ് ആണ്. ആപ്പിളിൽ അടങ്ങിയ ആസിഡാണ് മാലിക് ആസിഡാണ്. പാല്, തൈര്, മോര് അത് പറയുന്നത് ലാക്റ്റിക് ആസിഡാണ്. പാല്, തൈര്, മോര്. പാലിൽ നിന്നാണ് തൈര്, മോരൊക്കെ പറഞ്ഞാൽ അതില്ലേ, അപ്പൊ ലാക്റ്റിക് ആസിഡാണ്. അത് പറയുന്നത് ലാക്റ്റിക് ആസിഡാണ്. ഉറക്ക ഗുളിക ബാർബിറ്റ്യൂറിക് ആസിഡാണ്. ഉറക്ക ഗുളികയിൽ പറഞ്ഞ ആസിഡ് ഏതെന്ന് വെച്ചാൽ ബാർബിറ്റ്യൂറിക് ആസിഡാണ്. മണ്ണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മണ്ണ് ഹ്യൂമിക് ആസിഡാണ്. മണ്ണ് ഏതാണ്? ഹ്യൂമിക് ആസിഡാണ്. സോഡ അതും പ്രീവിയസ് ആണ്. കാർബോണിക് ആസിഡാണ്. മണ്ണ് ഹ്യൂമിക് ആസിഡും സോഡ കാർബോണിക് ആസിഡാണ്. തേങ്ങാവെള്ളം കാപ്രിക് ആസിഡാണ്. തേങ്ങാവെള്ളം കാപ്രിക് ആസിഡാണ്. അതും പ്രീവിയസ് ആണ്. അരി ഫൈറ്റിക് ആസിഡാണ്. അരി ഏതാണ്? ഫൈറ്റിക് ആസിഡാണ്.